വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 2-ാം വാക്യം ആർക്കെങ്കിലും ശബ്ദമുയർത്തി വായിക്കാം. അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു. നാം ഏറിയ നാൾ സെയീർ പർവ്വതത്തെ ചുറ്റി നടന്നു. പിന്നെ യഹോവ എന്നോട് കൽപ്പിച്ചത്, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, വടക്കോട്ട് തിരുവീൻ. നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, നിങ്ങൾ വടക്കോട്ട് തിരിവീൻ. എനഫ് ഈസ് എനഫ്. ഇതുവരെ ചുറ്റി നടന്നത് മതി, നിങ്ങൾക്കൊരു ചേഞ്ച് ആവശ്യമുണ്ട്. ഇന്ന് രാത്രി എൻ്റെ പ്രസംഗത്തിൻ്റെ സബ്ജക്റ്റാണ് സീസൺ ഓഫ് ചേഞ്ച്. ഒരു സീസൺ ചേഞ്ചിൻ്റെ, ഒരു കാലത്തിൻ്റെ ആ ചേഞ്ച്, വ്യത്യാസമുണ്ടാകുന്നതാണ് എൻ്റെ വിഷയം. പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അസംബ്ലീസ് ഓഫ് ഗാഡ് മാത്രമല്ല, ഈ UK-ലും അയർലൻഡിലും യൂറോപ്പിലുമായി ചിതറിക്കിടക്കുന്ന ദൈവജനത്തിനുള്ള ദൂതാണ് പറഞ്ഞത്. എൻ്റെ ജനം അങ്ങും ഇങ്ങും ചുറ്റി നടന്നത് മതി, ഒരു സീസൺ ചേഞ്ചിൻ്റെ സമയമായി, അതിന് ഒരുങ്ങിയിരിക്കാനാണ് ദൈവം എന്നോട് പറയാൻ പറഞ്ഞത്. ആമേൻ. ചേഞ്ച് വരുമ്പോൾ ചേഞ്ചിന് ഒത്തവണ്ണം ചേഞ്ച് ആകുന്നവർ മാത്രം ഒരു സ്തോത്രം പറഞ്ഞാട്ട്. യു കനോട്ട് സ്റ്റോപ്പ് ടൈം ആൻഡ് ചേഞ്ച്. ഒരിക്കലും സമയത്തെ പിടിച്ചു നിർത്താൻ പറ്റുകയില്ല. ഒരിക്കലും ചേഞ്ചിന് മലയാളത്തിൽ എന്നാ പറയുന്നത്? മാറ്റങ്ങൾ നിങ്ങൾക്ക് ആർക്കും പിടിച്ചു നിർത്താൻ പറ്റുകയില്ല. സമയം നിർത്താൻ പറ്റുകയില്ല. അതേപോലെ തന്നെ മാറ്റങ്ങളെ നിങ്ങൾക്ക് നിർത്താൻ പറ്റുകയില്ല. ഒന്ന്, മുരടിച്ച് നിൽക്കുക, ഇല്ല വിഘടിച്ച് നിൽക്കാം, ഇല്ലെങ്കിൽ മുൻപോട്ട് ചേഞ്ചിനൊത്തവണ്ണം ചേഞ്ച് ആകാം. അത് വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ചേഞ്ച് ആവശ്യമുള്ളവർ മാത്രം ദൈവത്തെ ശബ്ദമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ട്. സമയം എന്ന് പറയുമ്പോൾ അതിന് മൂലഭാഷയിൽ 2 പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ക്രോണോളജിക്കൽ ടൈം, ഇനി ഒന്ന് കൈറോസ് മൂവ്മെന്റ് എന്നാ പറയുന്നത്. ക്രോണോളജിക്കൽ ടൈം നമുക്കെല്ലാവർക്കും അറിയുന്ന സമയം. ഇന്ന് മാർച്ച് മാസം 15-ാം തീയതി 2024 വെള്ളിയാഴ്ച എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന സമയമാണ്. പക്ഷേ കൈറോസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കാം മൂവ്മെന്റ് വരുന്നത്. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും, മൂവ് ആയിപ്പോകും. സ്തോത്രം. ആ കൈറോസ് മൂവ്മെന്റിൽ ആരൊക്കെ എൻട്രി ആകുന്നോ അവർക്കെല്ലാവർക്കും വിടുതൽ അവർ കണ്ടിരിക്കും. അത് വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. അതിനെ വിളിക്കുന്ന പേരാണ് അപ്പോയിന്റഡ് ടൈം എന്ന്. അപ്പോയിന്റഡ് ടൈം. എല്ലാത്തിനും ഒരു സമയമുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറയുന്നു, ആകാശത്തിൻ്റെ കീഴ് സകലത്തിനും ദൈവം ഒരു സമയം നിർണയിച്ചിരിക്കുന്നു. ഒരു സമയമുണ്ട്. സ്തോത്രം. അതേ അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ പറഞ്ഞു, അവൻ എവ്രിതിങ്, എല്ലാത്തിനും ഒരു സമയം അവൻ നിർണയിച്ചിരിക്കുന്നു. ആ സമയം ബ്യൂട്ടിഫുള്ളി ടൈമിംഗ്ലി എന്ന് പറഞ്ഞ അവൻ മനോഹരമായിട്ട് ആ സമയത്തിനൊത്തവണ്ണം തൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി 17-ാമത്തെ IAG UK ആൻഡ് യൂറോപ്പിൻ്റെ കോൺഫറൻസിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇവിടെ ആയിരിക്കുന്ന ദൈവ മക്കളുടെ ആത്മീയ മണ്ഡലം മാത്രമല്ല, ഭൗതിക മണ്ഡലം മാത്രമല്ല, സ്തോത്രം, നിങ്ങളുടെ കുടുംബ ജീവിതം മാത്രമല്ല, നിങ്ങൾ പോകുന്ന ഓരോ പട്ടണത്തിൽ ഒരു മാറ്റമുണ്ടാകുന്ന രാത്രി എന്ന് വിശ്വസിക്കുന്നവർ മാത്രം. Come on, somebody put your hands together and praise the Lord. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. He has made everything beautiful in its time. എല്ലാത്തിനും ഒരു സമയം ബ്യൂട്ടിഫുൾ ആയിട്ട് അവൻ ചെയ്യുന്നത്.
സമയത്തിന് മുൻപ് ഒന്നും ചെയ്യുകയില്ല, സമയം കഴിഞ്ഞിട്ട് അവനൊന്നും ചെയ്യുകയില്ല. നമ്മളാണെങ്കിൽ പറയും, ഓ ബ്രദറെ സമയത്തിന് വരാൻ പറ്റിയില്ല, ട്രാഫിക് ജാമായിരുന്നു, മറ്റതായിരുന്നു, എന്തെങ്കിലും പറഞ്ഞ് ഒഴികഴി പറയാം നമുക്ക്. പക്ഷെ ദൈവം അങ്ങനെയൊന്നല്ല. ദൈവം പറയത്തില്ല, സിസ്റ്റർ ഐ എം സോറി, ഐ എം ലേറ്റ്, ഞാൻ ലേറ്റ് ആയിപ്പോയി എന്ന് ദൈവം ഒരിക്കലും പറയത്തില്ല. ദൈവം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവൻ തക്ക സമയത്തിൽ മുൻമഴയും പിന്മഴയും അയക്കുന്ന ദൈവം, തക്ക സമയത്തിൽ വിടുതലുകൾ അയക്കുന്ന ദൈവം. അതിൻ്റെ പേരാണ് അപ്പോയിന്റഡ് ടൈം, അതിൻ്റെ പേരാണ് കൈരോസ് മൂവ്മെന്റ്. ഇന്ന് രാത്രി കൈരോസ് മൂവ്മെന്റിൽ പ്രവേശനം ചെയ്തവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത അല്ലല്ലേ, കൈരോസ് മൂവ്മെന്റിൽ നിങ്ങൾ കയറുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാത്ത ഡോറുകൾ നിങ്ങളുടെ മുൻപിൽ ഓപ്പണായി വരും. സ്വത്രം പറയുന്നില്ല, സ്വത്രം പറയുന്നില്ല. നിങ്ങൾ അറിയാത്ത മണ്ഡലത്തിൽ ദൈവവാതിലുകളെ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുക. അതിലേക്ക് കയറി പിടിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് നിന്റെ സീസൺ ചേഞ്ച് ആകാൻ പോകുന്നു. ഇന്ന് നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുന്നു. നിന്റെ പ്രാർത്ഥന ജീവിതം മാറാൻ പോകുന്നു. ആരാധനയുടെ ജീവിതം, നിന്റെ ആരാധനയുടെ ആ ശൈലി മാറാൻ പോകുന്നു. നിന്റെ നാവിൽ ദൈവം പുതിയ പാട്ടുകൾ തരാൻ പോകുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ നാവിനെ ഒരു പ്രവാചകന്റെ നാവിനെ പോലെ അഭിഷേകം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ശബ്ദമുയർത്തി വന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. The right season, the right time. ഒരു നല്ല കാലാവസ്ഥയിലേക്ക്, കറക്റ്റായ കാലാവസ്ഥയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുപോകട്ടെ. അപ്പോയിന്റഡ് ടൈം. നമുക്കെല്ലാവർക്കും അറിയാം, 38 വർഷം കൊണ്ട് ബെഥസ്ദ കുളക്കരയിൽ കിടക്കുന്ന ആ തളർവാദം പിടിച്ച മനുഷ്യനെ ആർക്കാ അറിയാത്തത്? സ്തോത്രം. ആ മനുഷ്യനെ 38 വർഷം കൊണ്ട് പലരും വിടുതൽ പ്രാപിച്ചു പോകുന്ന കണ്ണുകൊണ്ട് കണ്ടതാ. പലരും കഴിഞ്ഞ ആഴ്ച വന്നവൻ പോലും സൗഖ്യമായി പോകുന്ന സ്വന്തം കണ്ണുകൊണ്ട് കാണുക. പക്ഷെ തൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ കാണുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു അവിടെ വരുന്നത്. യേശു അവരോട് ഒരു ചോദ്യം ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എന്നെ വളരെ ചിന്തിപ്പിച്ചത്. അപ്പൊ ഇവന്റെ വിടുതലിന് തടസ്സം ഇവന്റെ മനസ്സിരിപ്പാണോ? ചിലർ സ്വത്രം പറയത്തപ്പോ എനിക്കൊരു സംശയമാണ്. ഇവന്റെ മനസ്സിരിപ്പ്, ഇവൻ ഇവിടെ നിന്ന് പോകണമെന്നില്ല, ഇങ്ങനെ ജീവിച്ച് പോയാൽ മതി എന്നതാണോ? ചിലർ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഓ ഞങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ ഒതുങ്ങി ജീവിച്ച് പോയിക്കോളാമേ, വലിയ പേരൊന്നും വേണ്ടേ, പേരും വേണ്ട പെരുമയും വേണ്ട, നമുക്ക് ഇങ്ങനെയൊക്കെ മതിയേ, സ്വത്രം സ്ഥാനം വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ പൊന്നു സഹോദര, എത്ര കാലം കൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക? ഒന്ന് സ്വത്രം പറഞ്ഞേട്ട്. നിങ്ങൾ എന്നോട് പിണങ്ങരുത്. 38 വർഷങ്ങൾ കൊണ്ട് ഇവന് പറയാൻ ഭയങ്കര ചരിത്രമുണ്ട് കേട്ടോ. എത്ര പേരാ വന്നത്, എത്ര പേര് സൗഖ്യമായി, എപ്പോൾ വന്ന് എപ്പോൾ പോയി, ഇതിൻ്റെ എല്ലാ ചരിത്രം ഇവനറിയാം. യേശു അവനോട് ഒറ്റ ചോദ്യമാണ് ചോദിച്ചത്, നിനക്ക് മനസ്സുണ്ടോ? അതേ ചോദ്യം ഇന്ന് രാത്രി കമന്ററിയിൽ ദൈവം ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നിനക്ക് മനസ്സുണ്ടോ? ചേഞ്ച് ആകാൻ മനസ്സുണ്ടോ? അത് ഉള്ളവർ മാത്രം ഒരു ആമേൻ കർത്താവേ എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ആമേൻ. അസംബ്ലീസ് ഓഫ് ഗാഡ് എന്ന് പറഞ്ഞ അസംബ്ലീസ് ഓഫ് ഗാഡിന്റെ പ്രസ്ഥാനത്തിന്റെ GCC കൺട്രിയിലെ പ്രസ്ബിറ്ററാണ് ഞാൻ. ഈ അസംബ്ലീസ് ഓഫ് ഗാഡ് എന്ന് പറയുന്നത് പെന്തക്കോസുകാര്. പെന്തക്കോസ് എന്ന് പറയുന്നത് സ്തോത്രം സൂത്രത്തിൽ സ്തോത്രം പറഞ്ഞു പോകുന്നവരല്ല, പെന്തക്കോസിന്റെ അനുഭവം ഉള്ളവരാ. ആമേൻ. ഈ അനുഭവം ഉള്ളവർ എവിടെ പോയാലും അവർ സ്തോത്രം പറയും, ഏതവസ്ഥയിൽ ഇട്ടാലും അവർ സ്തോത്രം പറയും.
അവർക്കൊന്നറിയാം, വചനം കേൾക്കുമ്പോ അകത്തെ മനുഷ്യനങ്ങ് ഉണരും. ഇന്ന് രാത്രി യേശു വന്നിരിക്കുന്നു. ചോദിക്കുന്ന ചോദ്യം, നിനക്കൊരു മാറ്റം ആവശ്യമാണോ? നിനക്കൊരു മാറ്റം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ, അതേ കർത്താവേ, എനിക്കൊരു മാറ്റം വേണം. എനിക്കിങ്ങനെ തുടരാൻ പറ്റുകയില്ല, എനിക്കിങ്ങനെ മുൻപോട്ട് പോകാൻ പറ്റുകയില്ല എന്ന് പറയുന്നവ യേശുവിനോടൊന്ന് പ്രാർത്ഥിച്ചോ. നിന്നോട് ചോദ്യം ചോദിക്കുന്നവൻ പോട്ടെ, ഈ തളർവാദക്കാരനോട് ചോദിക്കുന്ന ചോദ്യം ചോദിക്കുന്നവൻ സാധാരണക്കാരനല്ല, ഒരു അല്പപ്രാണിയല്ല. അഖിലാണ്ടത്തെ ഉളവാക്കിയവൻ, ഉണ്ടാക്കിയവൻ, വാക്കുകൊണ്ട് സകലത്തെയും വിളിച്ചു വരുത്തിയവൻ. അവനാ ചോദിക്കുന്നത്, നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് രാത്രി അതേ ശബ്ദം ഈ 17ാമത്തെ IAG UK യൂറോപ്പിന്റെ കോൺഫറൻസിൽ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നുണ്ട്, സഹോദര സഹോദരി, നിനക്ക് മനസ്സുണ്ടോ? സീസൺ ചേഞ്ച് ആകുന്നതിന് ഒത്തവണ്ണം നീ ചേഞ്ച് ആകാൻ നിനക്ക് മനസ്സുണ്ടോ? ഹല്ലേലൂയ. സീസൺ ചേഞ്ച് ആയ, നിന്റെ അവസ്ഥകൾ മാറ്റം വരുത്തിയ, നീ അതിന് മനസ്സ് കാണിക്കണം. ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, മലയാളത്തിലും ഉണ്ടല്ലോ, where there is a will there is a way. മനസ്സുള്ളിടത്ത് മാർഗമുണ്ട്. സ്വത്രം, മനസ്സുള്ളിടത്ത് മാർഗമുണ്ട്. ഒക്കത്തില്ലെങ്കിൽ ഒക്കത്തില്ല, മടിച്ചാ മടിയാ. മടി പിടിച്ചിരിക്കാനല്ല ദൈവം നമ്മളെ ഈ പട്ടണത്തിൽ കൊണ്ടുവന്നു. അത് പറഞ്ഞപ്പോൾ ചിലർക്ക് ഇപ്പം ഇഷ്ടപ്പെട്ടില്ല. എന്താ പാസ്റ്ററെ, ഈ പട്ടണത്തിൽ കൊണ്ടുവന്നത് അല്പം പൗണ്ടൊക്കെ ഉണ്ടാക്കി ഞങ്ങളൊരു വീടൊക്കെ പണിഞ്ഞ് സ്വസ്ഥമായിട്ടൊന്ന് സുഖിക്കാൻ വേണ്ടി അല്ലയോ കൊണ്ടുവന്ന? അല്ല, ദൈവം നിന്നെ മറ്റുള്ളവരുടെ മുൻപിൽ ലജ്ജിപ്പിക്കാതെ ഈ നാട്ടിൽ കൊണ്ടുവന്നത് നീ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം പറയാൻ, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നിന്നെ തന്നെ വിട്ടുകൊടുക്കാനാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ അകത്തൊരു മാറ്റം വന്ന് തുടങ്ങിയ ആത്മാവിൻ്റെ ചലനം അവിടെ ഉണ്ടായിരിക്കും. ഇവന് സ്റ്റോറി പറയാനുണ്ട്. കർത്താവേ, ഈ ചിലർക്കൊക്കെ അങ്ങനെയുള്ളൂ. ഇവരുടെ മനസ്സിൻ്റെ അകത്ത് ചില നിർബന്ധങ്ങൾ ഇട്ടിരിക്കും. അവർ പറയും, ഓ ഇതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സ്വത്രം, ചിലർക്ക് പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ളവരെ നിരാശപ്പെടുത്തി കളയും. സ്വത്രം, നിരാശപ്പെടുത്തും. അവർക്ക് നിരുത്സാഹത്തിലേക്ക് തള്ളിക്കളയും. പക്ഷെ ഇന്ന് ഒരു കാര്യം ഞാൻ പറയട്ടെ, സ്തോത്രം, ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇവന് വേണമെങ്കിൽ സ്റ്റോറി പറയാം. എൻ്റെ പ്രശ്നം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. എൻ്റെ പ്രശ്നം കർത്താവേ അങ്ങ് ജനിക്കുന്നതിന് മുൻപേ തുടങ്ങിയതാ. സ്തോത്രം, ഇവന് 38 വർഷം കൊണ്ട് അവിടെ കിടപ്പുണ്ട്. അപ്പം ഇവൻ്റെ പ്രശ്നം യേശുവിൻ്റെ പ്രായത്തിലിരുന്ന് മുതിർന്ന പ്രശ്നമാണ്. ഇന്ന് രാത്രി എത്ര നിൻ്റെ പ്രശ്നം എത്ര പഴക്കമുള്ളതാണെങ്കിലും എൻ്റെ യേശുവിന് വിഷയമല്ല. അത് വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ട്. എൻ്റെ യേശുവിന് അതൊരു വിഷയമല്ല. ഒറ്റ വാക്കുകൊണ്ട് അവൻ നിന്റെ ചരിത്രത്തെ, നിന്റെ കാലണ്ടറിനെ, അവൻ നിന്റെ ഡെസ്റ്റിനിയെ മാറ്റാൻ കഴിവുള്ളവനെന്ന് നീ വിശ്വസിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ഇടത്തോട്ടോ വലത്തോട്ടോ ഉള്ളവർ സ്വത്രം പറഞ്ഞില്ലെങ്കിലോ നീ ഉച്ചത്തിൽ സ്വത്രം പറഞ്ഞോ. കാരണം നിന്റെ വിടുതൽ അവരല്ല നൽകുന്നത്, നിന്നെ സൃഷ്ടിച്ച, നിന്നെ വിളിച്ച ദൈവമാണ്. So we must understand the time and the seasons. സമയം, കാലങ്ങൾ, അതിൻ്റെ മാറ്റങ്ങളെ മനസ്സിലാക്കണം. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു. ബുക്ക് ഓഫ് ഹബക്കൂക്ക് 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു. നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സ്വത്രം, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ഇന്ന് രാത്രി
ദർശനമുള്ളവർ എൻ്റെ കൂടെ കൂടിക്കൊള്ളണം. സ്വത്രം. ദർശനമുള്ളവർ എൻ്റെ കൂടെ കൂടിക്കൊള്ളണം. ദർശനത്തിനൊരു അവധി ദൈവം വെച്ചിട്ടുണ്ട്. ആ അവധിയിലേക്ക് വരുമ്പോൾ അതിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് സംതിങ് പുഷിങ് യു, സംതിങ് റഷിങ് യു. എന്തോ നിന്നെ പുഷ് ചെയ്യുന്നു. Come on, somebody shout hallelujah. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നിന്നെ ആ ദർശനത്തിലേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലർ മടിയന്മാര്, ചിലർ വരികയില്ല. പക്ഷെ നിനക്കറിയാതെ തന്നെ തമ്പുരാൻ നിന്നെ ആ സ്ഥലത്തിലേക്ക് കൊണ്ടെത്തിച്ചോണ്ടിരിക്കുക. ഈ ഗർഭം ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീ 39 ആഴ്ചകൾ ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യും. പക്ഷെ 40ാമത്തെ ആഴ്ച വരുമ്പോൾ ആ കുഞ്ഞിനെ പ്രസവിച്ചേ പറ്റും. ഈ പ്രസവിക്കാൻ പോകുമ്പോൾ ഈ ഡോക്ടർ ഒരു വാക്ക് പറയുന്ന കേൾക്കാം, കമാൻ പുഷ്. ഈ അവസാനം ആ ദർശനത്തിന്റെ ഫുൾഫിൽമെന്റിലേക്ക് വരുമ്പോ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് നീ അറിയാതെ തന്നെ ഒരു പുഷിങ്. ഇന്ന് രാത്രി അതാ ദൈവാത്മാവ് എന്നെ കാണിച്ചത്. അതാ ഇന്ന് ഈ രാത്രി ഞാൻ ദൂതായിട്ട് വിളിച്ചു പറയുന്നത്, ചിലതിൻ്റെ അകത്തിൽ നിന്ന് ഒരു പുഷ് വരുന്നു എന്ന് പറഞ്ഞ് നിന്റെ അകത്ത് കിടന്ന് നാളുകളാൽ മറഞ്ഞു കിടന്ന് ആർക്കും കാണാൻ പറ്റാത്ത ചില ദർശനങ്ങൾ പുറത്തു വരാൻ പോകുന്നു. പുതിയ ജനനങ്ങൾ നടക്കാൻ പോകുന്നു. Get ready. Something is going to happen tonight. ഇന്ന് രാത്രി ചിലതിന്റെ അകത്തിൽ നിന്ന് ദർശനങ്ങൾ പുറത്തു വരാൻ പോകുന്നു. ദൈവം വിളിച്ച ഉദ്ദേശം പുറത്തു വരാൻ പോകുന്നു. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തീകരണത്തിലേക്ക്. Something is pushing you. Come on, put our hands together. കരങ്ങൾ അടിച്ച് ദൈവത്തോട് പറ, I am coming out. ഞാൻ പുറത്തു വരുന്നത് ഇനി ഒതുങ്ങിയിരിക്കുന്നല്ല, ഇനി ഞാൻ മടിച്ചിരിക്കാനല്ല. എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യണം. ദൈവം വിളിച്ച ഉദ്ദേശം എന്നിൽ കൂടി നിവർത്തിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചോ. There is a change is coming. ഒരു മാറ്റം വരാൻ പോകുന്നു. മാറ്റത്തിനൊത്തവന്ന് എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്ര. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ്, ഞാൻ ഹോട്ടൽ മുറിയിലായിരുന്നപ്പോ എന്നോട് പറഞ്ഞു, ഇതിന്റെ അകത്ത് ചിലതിന്റെ നാവിനെ ഞാൻ പ്രവാചകന്മാരുടെ നാവാക്കി ഞാൻ മാറ്റാൻ പോകുന്നു. ഹല്ലേലൂയ. സൗൽ ആൾ മാറി പ്രവചിച്ചതുപോലെ ചിലര് ദൈവത്തിന്റെ ശബ്ദങ്ങൾ പ്രവചിക്കാൻ പോകുന്നു. അവരുടെ നാവിന്റെ കെട്ടുകളെ ദൈവം പൊട്ടിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തോ. ഞാൻ പറയുന്ന ദൂത് എല്ലാവർക്കും അംഗീകരിക്കണമെന്നില്ല. ഇന്ന് രാത്രി ചിലർക്ക് ഇതൊരു ഈവെന്റാ, പക്ഷെ ഞാൻ ദൂതായിട്ട് വിളിച്ചു പറയട്ടെ, ഇത് ഈവെന്റ് അല്ല, ഇതൊരു മൂവ്മെന്റാ. ഇവിടെ നിന്ന് തുടങ്ങുന്ന ആത്മാവിന്റെ സത്യത്തിന്റെ ആരാധന പല പട്ടണങ്ങളെ സ്പർശിക്കാൻ പോകുന്നു, പല സഭകളെ സ്പർശിക്കാൻ പോകുന്നു. Come on somebody. ചിലർക്ക് ഇതൊരു ഈവെന്റാ, പക്ഷെ ഇത് വിശ്വസിക്കുന്നവർക്ക് ഇത് ഈവെന്റ് അല്ല, ഇതൊരു ചേഞ്ചാ, ഒരു സീസൺ ചേഞ്ചാ. It's a new beginning. Hallelujah. It's a new beginning. Something the Spirit of God is telling me to tell you, there is a new beginning. Something is new beginning. ഇവിടെ നിന്ന് ആരംഭിക്കാൻ പോകുന്നു. നിങ്ങൾ മടങ്ങി പോകുമ്പോൾ വന്നതുപോലെ പോകുകയില്ല. ഈ കോൺഫറൻസ് കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ചില പ്രവർത്തനങ്ങളെ അഴിച്ചുവിട്ടിരിക്കും. നിങ്ങൾ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കണ്ടിരിക്കും. Can I tell you one thing? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ don't block ചെയ്യരുത്. Some people they will reject. ശ്രദ്ധിക്കുക,
ചേഞ്ച് വരുമ്പോൾ അങ്ങനെ പോരട്ടെ. സ്വോത്രം, അങ്ങനെ പോരട്ടെ. സ്വോത്രം. ഒരാൾ മതി വിൽസൺ പാസ്റ്ററിനെ പോലെ സൗണ്ടിൽ സ്വോത്രം പറയുന്നവർ. ചേഞ്ച് വരുമ്പോൾ ചേഞ്ചിനൊത്തവണ്ണം ചേഞ്ച് ആകാൻ നിന്നെ തന്നെ വിട്ടുകൊടുക്കണം. സ്വോത്രം. പലപ്പോഴും പറ്റുന്നത് വി ആർ നോട്ട് റിയലൈസിങ്, നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമ്മൾ വലിയ ബുദ്ധിജീവികളെന്നൊക്കെ ഓർക്കുന്നുണ്ട്. വലിയ ബുദ്ധിജീവികളെന്ന് നമുക്ക് നമ്മളെ തന്നെ ഇങ്ങനെ വർണ്ണിച്ച് അതിൽ തൃപ്തിപ്പെടാറുണ്ട്. സ്വോത്രം, സ്വോത്രം, തൃപ്തിപ്പെടാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ വചനം പലപ്പോഴും ഉറുമ്പിനെ കണ്ട് ബുദ്ധി പഠിക്കാൻ പറയുന്നു, പ്രാവുകളെ നോക്കാൻ പറയുന്നു. സ്തോത്രം. ഈ മൃഗജാതികളെ ഒന്ന് നോക്കി പഠിക്കാനാണ് നമ്മളോട് പറയുന്നത്. യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് 8-ാം അധ്യായം 7-ാം വാക്യം ഒന്ന് വായിച്ചേ. ആകാശത്തിലെ പെരുഞ്ഞാറ, ആകാശത്തിന്റെ പെരുഞ്ഞാറ് തന്റെ കാലം അറിയുന്നു, തന്റെ കാലം അറിയുന്നു. സ്വോത്രം പറഞ്ഞില്ലല്ലോ, സ്വോത്രം പറഞ്ഞില്ല. ആകാശത്തിന്റെ പെരുഞ്ഞാറ് തന്റെ കാലം അറിയുന്നു. വായിച്ചോ. കുറുംപ്രാവും മീവൽ പക്ഷിയും, കുറുംപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരവിനുള്ള സമയം അനുസരിക്കുന്നു, മടങ്ങി വരുന്ന സമയം അനുസരിക്കുന്നു. സ്വോത്രം. റെബൽ ആകുന്നില്ല. സ്വോത്രം, സ്വോത്രം. പക്ഷെ എന്റെ ജനം, വായിച്ചോ, എന്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. സ്വോത്രം. അതാണ് കുഴപ്പം. സ്വോത്രം. കൊക്കിന് മനസ്സിലാകുന്നു, മീൻ പക്ഷിക്ക് മനസ്സിലാകുന്നു. സ്വോത്രം. ഇനി എന്നാ, കുറുംപ്രാവിന് മനസ്സിലാകുന്നു, പക്ഷെ എൻ്റെ ജനത്തിന് മനസ്സിലാകുന്നില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു, മടങ്ങി വരേണ്ടവർ മടങ്ങി വരിക. നിന്റെ സീസൺ അടുത്തു, നിന്റെ വിടുതലിന്റെ സീസൺ അടുത്തു, നിന്റെ അത്ഭുതത്തിന്റെ സമയം അടുത്തു, നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടേണ്ട സമയം അടുത്തു. അത് മനസ്സിലാക്കണം, മനസ്സിലാക്കി മടങ്ങി വരണം. ആമേ, ആമേ. നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. We think everything is granted. എല്ലാം നടക്കുന്നേ. സ്വോത്രം. ഞാൻ പറയട്ടെ, നിനക്ക് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് രോഗസൗഖ്യമാകണമെന്നില്ല. നിനക്ക് ബാങ്ക് ബാലൻസ് ഉള്ളത് കൊണ്ട് സകലതും സന്തോഷമായിട്ട് നടക്കണമെന്നില്ല. അതിന് ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടാകണം, ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടാകണം. ആ ഫേവർ വേണമെങ്കിൽ നീ ദൈവത്തിൻ്റെ സമയം, ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയണം. അത് വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ട്, അതിന് കൊതിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊക്കിനും കുറുംപ്രാവിനും ഇങ്ങൾ പക്ഷിക്കും അതിൻ്റെ സമയം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, മടങ്ങി വരേണ്ട സമയം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ എൻ്റെ ജനമോ 38 വർഷം കൊണ്ട് കൊളക്കരയിൽ കിടക്കുന്ന ഇവനോട് ചോദിച്ച ഇവൻ കഥ പറയുന്നു. എടോ, നിന്റെ കഥ കേൾക്കാനല്ല യേശു വന്നത്, നിനക്ക് മനസ്സുണ്ടോ എന്ന്. സ്വോത്രം. ഇവൻ 38 വർഷവും മറ്റുള്ളവരെ സിമ്പത്തി എടുത്ത് മറ്റുള്ളവരെ കൊണ്ട് അയ്യോ പാവം, അയ്യോ പാവം പിടിച്ച ഒരു മനുഷ്യനാ, എത്ര വർഷം കൊണ്ട് അവിടെ കിടക്കുന്നു, കർത്താവിനും ദയ തോന്നുന്നില്ലയോ. ഇതൊക്കെ പറയുമ്പോൾ ഇവനൊരു ആശ്വാസം. അത് മനുഷ്യൻ പറഞ്ഞിട്ട് പോട്ടെന്നേ. പക്ഷെ യേശു വരുന്നത് അത് കേൾക്കാനല്ല. യേശു വരുന്നത് നിനക്ക് ഇന്ന് വിടുതൽ വേണോ വേണ്ടിയോ. ഇന്ന് രാത്രി അതാണ് എൻ്റെ ചോദ്യം. ഇന്ന് രാത്രി അതാണ് എൻ്റെയും വിഷയം. ഇന്ന് രാത്രി നിനക്കൊരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇടത്തോട്ടോ വലത്തോട്ടോ ഉള്ളവരെ മറക്കുക. സ്വോത്രം. നീ സ്വോത്രം പറഞ്ഞോ, നീ പിടിച്ചെടുക്കേണ്ടത് നീ പിടിച്ചെടുത്തോ. ദൈവത്തിൻ്റെ പ്രവർത്തനം നിന്നിൽ കൂടി വെളിപ്പെടാൻ പോകുന്നു, നിന്നിൽ കൂടി വെളിപ്പെടാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ. ആമേ. യേശു ചോദിച്ചു, നിനക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടോ? ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നീ ജനിക്കുന്നതിന് മുൻപേ ഞാൻ ഇവിടെ കിടക്കുന്ന ആളാ, എൻ്റെ സ്റ്റോറി വലുതാ. ആര് ചോദിച്ചു?
കർത്താവ് ചോദിച്ചോ, നീ ജനിക്കുന്ന മുൻപേ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ ആദ്യത്തെ ദിവസം നിന്റെ അവസാന ദിവസം തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. അവനോടാണോ നീ കഥ പറയാൻ പോകുന്നേ? എടാ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഓരോരോ ഇഞ്ചിഞ്ചായിട്ട് നിരങ്ങിയാലും ഒരാഴ്ചയിൽ ആ കുളത്തിൻ്റെ അടുത്ത് എത്തിയേനെ. നിനക്ക് മനസ്സില്ലാത്തത് കൊണ്ടല്ലേ അവിടെ കിടക്കുന്നേ. പലരും പൊക്കണം, പലരും പൊക്കി എടുത്തോണ്ട് വരണം, കോൺഫറൻസിന് പൊക്കി എടുത്തോണ്ട് വരണം. സ്വോത്രം. ചിലരിപ്പോൾ സ്വോത്രം പറയത്തില്ല. കാരണം ആരൊക്കെ പൊക്കിയാ ഇവിടെ കൊണ്ടുവന്ന്. അമ്മ സ്വന്തമായിട്ട് വന്നതല്ല, ആ ഇരിപ്പ് കണ്ട അറിയാ. ഈ നാട്ടിലൊക്കെ മിറ്റം തൂക്കാൻ രാവിലെ അമ്മമ്മമാർ പുറത്ത് ചൂലെടുത്തോണ്ട് പുറത്തിറങ്ങും. അപ്പം തലേന്നൊക്കെ ഭയങ്കര തകർപ്പം മഴ പെയ്ത്, സ്വോത്രം കാറ്റടിച്ച് മഴ പെയ്ത് പിറ്റേ ദിവസം രാവിലെ ഇവർ മിറ്റം തൂക്കാൻ ഇറങ്ങുമ്പോൾ ഈ നാട്ടിൽ ചിരട്ട ഉണ്ട്. ചില ചിരട്ട കമന്ന് കിടക്കും, ചിലത് ചരഞ്ഞ് കിടക്കും, ചിലത് നൂന്ന് കിടക്കും. കമന്ന് കിടക്കുന്ന ചിരട്ടയിൽ ഒരു തുള്ളി വെള്ളം പോയിരിക്കില്ല. തകർപ്പം മഴ പെയ്താലും ഒരു തുള്ളി അകത്ത് പോയിട്ടില്ല. സ്വോത്രം. ചരിഞ്ഞ് കിടക്കുന്ന ആ ചിരട്ടയിൽ പകുതി നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ നേരെ നിൽക്കുന്ന ചിരട്ടയിൽ ഓവർഫ്ലോയിങ് ആയിരിക്കും. ഇന്ന് രാത്രി നിന്റെ ഇരിപ്പ് കാണുമ്പോൾ അറിയാ നിന്നെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നതാണോ, നീ പ്രാപിക്കാൻ വന്നതാണോ എന്ന്. നീ പ്രാപിക്കാൻ വന്നതാണെങ്കിൽ നിന്നെ നിറയ്ക്കാതെ ദൈവം വിടുകയില്ല എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ശബ്ദമുയർത്തി ഒരു ആമേ പറഞ്ഞാട്ടെ. യേശു പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടോ? നിന്റെ പടുക്ക എടുക്കുക, എഴുന്നേറ്റ് നടക്കുക. സ്വത്രം. സീസൺ ചേഞ്ചായി, അവസ്ഥ മാറി. ഇന്ന് രാത്രി അതാ ദൂത് എനിക്കും പറയാനുള്ളത്. സഹോദരി, എത്ര കാലം പിറുപിറുത്തോണ്ടിരിക്കുന്നു, എത്ര കാലം കടഭാരത്തിൽ കിടക്കുന്നു, എത്ര കാലം രോഗിയായി കിടക്കുന്നു, എത്ര കാലം ആത്മാവിൽ ഒന്ന് കുതിച്ചു ചാടാൻ കൊതിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ സീസൺ മാറാൻ പോകുന്നു. ഈ 17ാമത്തെ കോൺഫറൻസിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരുമ്പോ നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരാൻ പോകുന്നു. We must understand the season changes. ഈ വായിക്കാം ഫസ്റ്റ് ക്രോണിക്കൽ 1 ദിനവൃത്താന്ത പുസ്തകം 12-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം. ഇസ്സാഖ്യാര്യരിൽ ഇസ്രായേൽ ഇന്നത് ചെയ്യണമെന്ന് അറിവാൻ തക്കവണ്ണം കാലജ്ഞന്മാരായ കാലജ്ഞാനമാരായ എന്ന് പറഞ്ഞ അവർക്ക് സമയത്തെക്കുറിച്ച് അറിവുള്ളവരായിരുന്നു. സ്വത്രം. ഈ ഗോത്രത്തിൽ ഉള്ളവർ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആ വാക്യം വായിച്ചത്. ഒന്നുകൂടി വായിച്ചോ സിസ്റ്റർ, ഒന്ന് ഉറക്കെ വായിക്കണേ. ഇസ്സാഖ്യാര്യന്മാരിൽ ഇസ്രായേൽ ഇന്നത് ചെയ്യണമെന്ന് അറിവാൻ തക്കവണ്ണം കാലജ്ഞന്മാരായ തലവന്മാർ 200 പേർ അവരുടെ സഹോദരന്മാരൊക്കെയും അവരുടെ കൽപ്പനയ്ക്ക് വിധേയരായിരുന്നു. അപ്പോ അതാത് സമയത്ത് കാര്യങ്ങൾ ഇസ്രായേൽ ജനത്തിന് ബോധ്യം വരുത്താനും ഇങ്ങനെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ ഇസ്രായേൽ ജനത്തിന്റെ മധ്യത്തിൽ ഒരു 200 പേര് കാലത്തെക്കുറിച്ചുള്ള ജ്ഞാനമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. ആമേ. കറക്റ്റായിട്ട് അവർ പറയുമായിരുന്നു. പ്രത്യേക കൃപ ദൈവം അവർക്ക് കൊടുത്തിരുന്നു. സമയം തിരിച്ചറിയാനും സമയത്തിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാനും, സമയം കഴിഞ്ഞിട്ടല്ല, സമയത്തിന് മുൻപല്ല, തക്ക സമയത്തിൽ കൈരോസ് മൂമെന്റിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ചിലതിൻ്റെ അകത്ത് ദൈവം ഗിഫ്റ്റുകളെ, വരങ്ങളെ കൊടുക്കും. ആ വരം മനസ്സിലാക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ മാത്രം ഒരു സ്വത്രം പറഞ്ഞാൽ മതി. എല്ലാവർക്കും കിട്ടത്തില്ല. ബിനോയ് പാസ്റ്ററിന് കിട്ടിയ വിഷൻ മറ്റുള്ളവർക്ക് അതേപോലെ കിട്ടണമെന്നില്ല. പക്ഷെ ചിലരെ ദൈവം അതിനു വേണ്ടി ഒരുക്കും. ഇസക്കാർ അവൻ
കാലജ്ഞാനമുള്ളവനായിരുന്നു. അതാത് കാര്യങ്ങൾ സമയത്തിൽ ചെയ്യാൻ ദൈവം അവനൊരു ഗിഫ്റ്റ് കൊടുത്തിരുന്നു. ആ ഗിഫ്റ്റ് ആവശ്യമുള്ളവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഈ ചിലപ്പം ദൂത് പറയുമ്പോ, പ്രവചനം പറയുമ്പോ ചിലർ ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. കാരണം അവർ നാച്ചുറൽ മണ്ഡലത്തിൽ ചിന്തിക്കുമ്പോൾ സൂപ്പർ നാച്ചുറൽ ഉൾക്കൊള്ളാൻ അവർക്ക് ബുദ്ധിമുട്ടാകും. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും, ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കും, ഉണർവ് ഉണ്ടാകണമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഉണർവ് എന്ന് പറഞ്ഞ എന്നാ? വാട്ട് യു മീൻ ബൈ റിവൈവൽ? ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്തുക. ആമേൻ. അതാണല്ലോ ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്തുക. ഉയർപ്പിന്റെ ശക്തിയുടെ വ്യാപാരം ഞങ്ങളുടെ മധ്യത്തിൽ ഇറക്കണമേ. ആ പ്രാർത്ഥന കേട്ട സ്വത്രം. ഉയർപ്പ് നടക്കണമെങ്കിൽ ആദ്യം നീ മരിക്കണം. മരിക്കാതെ എങ്ങനെ ഉയർപ്പ് നടക്കും? സ്വത്രം പറയുന്നില്ലല്ലോ. വലിയ ഉണർവ് പറഞ്ഞു വെച്ച് വന്ന് എന്നാ ഞങ്ങളോട് മരിക്കാൻ പറയാന്ന്. ആമേ. യേശു മരിക്കാതെ ഉയർപ്പ് നടക്കത്തില്ല. ലാസർ മരിക്കാതെ ഉയർപ്പ് നടക്കുകയില്ല. സ്തോത്രം പറ. നിന്റെ നാച്ചുറൽ ആയിരിക്കുന്ന മൈൻഡ് സെറ്റ് മരിക്കാതെ ഉയരത്തിന്റെ സൂപ്പർ നാച്ചുറൽ ഉയർപ്പിന്റെ ശക്തി നീ പ്രാപിക്കുകയില്ല. നാച്ചുറൽ ഓൾവേസ് ഫാക്ടിനെ കാണിക്കുന്നു. നാച്ചുറൽ ഫാക്ടിനെ കാണിക്കും. ഡോക്ടർ റിപ്പോർട്ട് ഇസ് ഫാക്ട്. You cannot deny the doctor report. But I am not believing the doctor report. I am believing my God is working in the supernaturally. അവൻ അമാനുഷിക മണ്ഡലത്തിൽ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ ഇതിന്റെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ come on. നിങ്ങൾക്ക് ദൂത് പിടി കിട്ടുന്നുണ്ടോ ഇല്ലയോ എനിക്ക് അറിയുന്നില്ല. നാച്ചുറൽ മൈൻഡ് സെറ്റ് ചേഞ്ച് ആകണം. ഇവന്റെ മൈൻഡ് സെറ്റ് ചേഞ്ച് ആയില്ല. ഇവൻ ഓർക്കുന്നു എത്ര പേര് വന്നു, എത്ര പേര് പോയി, എനിക്ക് എന്തുവരെ വിടുതൽ കിട്ടിയില്ലല്ലോ, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, എൻ്റെ തലയെഴുത്ത് ഇങ്ങനെയാണ്, ഞാൻ ഇവിടെ തന്നെ കിടന്ന് മരിക്കും. ഇങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയിരിക്കുന്നതാ. കാരണം അവസ്ഥ നോക്കുമ്പോൾ ആ കുളത്തെ കലക്കാൻ ദൂതൻ ഇറങ്ങുമ്പോൾ പടോർന്ന് ചാടുന്ന ചിലരെ അവിടെ കാണാം. സ്വത്ര ഇവൻ അവിടെ ഇരുന്നോണ്ട് തന്നെ പറയാം, ഈ കൈക്കും നഷ്ടപ്പെട്ടു, ഈ കോൺഫറൻസിൽ എനിക്കൊരു വിടുതലും കിട്ടിയില്ല. സ്വത്ര ചിലർ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ദൂത് കേൾക്കുമ്പോൾ സ്വത്രം പറഞ്ഞ് പിടിച്ചെടുക്കുന്നത് ചിലർ ഇതിൻ്റെ അകത്തുണ്ട്. അവർ പൊട്ടോ ഒന്ന് പിടിച്ചെടുക്കുന്ന മാത്രമല്ല, അവരാ വിടുതൽ പ്രാപിച്ച് മുൻപോട്ട് പോകുന്നത്. അവർക്ക് ആ സീസൺ ചേഞ്ച് ആകാൻ പോകുന്നത്. ആ വ്യക്തി നിങ്ങളാണെങ്കിൽ സ്വത്രം പറഞ്ഞോ. ആമേൻ. Natural mindset always speaks about the fact. We cannot deny the facts. ഡോക്ടർ റിപ്പോർട്ടിനെ ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. വാസ്തവത്തെ നീ ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരു പടി അങ്ങോട്ട് കടന്നു ചെന്നിട്ട് ആ ക്യാൻസർ രോഗി, മരിക്കാൻ കിടക്കുന്ന രോഗിയെ കണ്ടിട്ട് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടോ? അവർക്ക് വേണ്ടിയാണ് ദൈവം സൂപ്പർ നാച്ചുറൽ പവർ കൊണ്ട് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ബുദ്ധിജീവികൾ, മെഡിക്കൽ സയൻസ് പഠിച്ചവരും പലരും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും ആയതുകൊണ്ട് അതിനെ നിരസിക്കാൻ പറ്റുകയില്ല. പാസ്റ്ററെ, ഞങ്ങൾ അങ്ങതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന ആ ഇരിപ്പ് ഇന്ന് രാത്രി ഒരു വ്യക്തി മതി. എനിക്കതിലിരുന്ന് ഒരു ചേഞ്ച് വേണം. ആമേൻ. എനിക്ക് സൂപ്പർ നാച്ചുറൽ ആയിരിക്കണം. കാണുന്ന മണ്ഡലം, കാണാത്ത മണ്ഡലം. കാണുന്ന മണ്ഡലം താൽക്കാലികം, കാണാത്ത മണ്ഡലം ശാശ്വതം. കാണുന്ന മണ്ഡലം അത് നാച്ചുറൽ, കാണാത്ത മണ്ഡലം സൂപ്പർ നാച്ചുറൽ.
ഇന്ന് രാത്രി ഈ കോൺഫറൻസിൽ കൂടി കാണുന്ന മണ്ഡലത്തിൽ നിന്നുകൊണ്ട് കാണാത്ത മണ്ഡലത്തെ സ്പർശിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അവരുടെ സീസൺ ഞാൻ മാറ്റാൻ പോകുന്നു. അവരുടെ ആരാധനയുടെ ശൈലി ഞാൻ മാറ്റാൻ പോകുന്നു. അവരുടെ ശുശ്രൂഷയുടെ ശൈലി ഞാൻ മാറ്റാൻ പോകുന്നു. അവരുടെ നാവിൽ ഞാൻ വചനം വയ്ക്കാൻ പോകുന്നു. അവരുടെ വായിൽ ഞാൻ പ്രവചന ശബ്ദങ്ങൾ വയ്ക്കാൻ പോകുന്നു. അവർ എൻ്റെ മൗത്ത് പീസ് ആയിരിക്കുമെന്ന്. ചിലർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവർ പറയും ഈസ് എ മോട്ടിവേറ്റിംഗ് സ്പീക്കർ എന്ന്. എടാ, ഞാൻ മോട്ടിവേറ്റിംഗ് സ്പീക്കറെ തന്നെ കറക്റ്റാ. സ്വത്ര ഇല്ല, നിന്നെ പോലെ കാല് വലിച്ച് താഴെ ഇടാനോ നണ്ടിൻ്റെ ജീവിതമാണോ? സ്വത്രം 10 നണ്ടിനെ ഒരു ബക്കറ്റിലിട്ട് നിങ്ങൾ അടപ്പ് മേളിലൊന്നും അടയ്ക്കേണ്ട, ഒറ്റ എണ്ണം ചാടിപ്പോത്തില്ല. ഒന്നിൻ്റെ കാല് പിടിച്ച് ഇനിയൊന്ന് വലിച്ച് താഴെ ഇട്ടുകൊണ്ടിരിക്കും. ഹോൾ നൈറ്റ് ദേ വിൽ വർക്ക്. ഒരെണ്ണം പോകത്തില്ല. ഒരെണ്ണം കയറി വരുമ്പോൾ അടുത്തത് കയറി അവൻ്റെ കാലിനെ പിടിച്ച് താഴെ ഇടും. സ്വത്രം അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ചിലർക്ക് മോട്ടിവേഷൻ ആവശ്യമുണ്ട്. പെനീന ഒരു മോട്ടിവേറ്റർ ആയിരുന്നു. അന്ന അവൾ എല്ലാ ദിവസവും നിരാശപ്പെടുകയായിരുന്നു. She was under the depression. ഭർത്താവ് പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നത്? 10 കുഞ്ഞുങ്ങൾക്കും അധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലയോ? പക്ഷെ അവളെ ദുഃഖം മാറിപ്പോയില്ല. അവളെ ദുഃഖത്തിന്റെ പുറകിൽ അവളെ മോട്ടിവേറ്റ് ചെയ്തത് പെനീന ആയിരുന്നു. Are you getting my point? അവളെ മോട്ടിവേറ്റ് ചെയ്തത് പെനീന ആയിരുന്നു. ചിലപ്പോൾ നിന്റെ സ്നേഹിതനല്ല, ഇല്ല നിന്റെ ഫ്രണ്ട്സോ നിന്റെ ക്ലോസ് ബഡി അല്ല നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, നിന്റെ ശത്രുവായിരിക്കും നിന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. Are you with me? Are you with me? Are you getting something to you? Are you getting something? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എല്ലാം ഇവളെ കുത്തി നോവിപ്പിക്കുകയായിരുന്നു. ഹന്ന അഗ്രസീവായിട്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് പെനീനയാണ്. ഞാൻ പറയും പെനീന ഈസ് എ ഗുഡ് മോട്ടിവേറ്റർ. സ്വത്രം പറയുന്നില്ലല്ലോ. നിങ്ങൾക്ക് ശത്രുക്കൾ ആവശ്യമുണ്ടെന്ന് പറയുന്നവർ മാത്രം കൈവയ്ക്കുക. ശത്രുക്കൾ ആവശ്യമുണ്ടെന്ന് പറയുന്നവർ മാത്രം കൈ പൊക്കാനാ പറഞ്ഞേ, അല്ലല്ല പറയാനല്ല, കൈ പൊക്കാനാ. 1 2 3 4 5 6 വേറെ ആർക്കും ശത്രു വേണ്ട എന്നാ. ആ സഹോദരി ഇപ്പൊ പൊക്കി. ഓക്കെ, സ്വത്രം 7 പേര്. കർത്താവ് പറഞ്ഞു, ബൈബിൾ പറയുന്നു, സങ്കീർത്തനക്കാരൻ പറയുന്നു, ശത്രുക്കളുടെ മുൻപിലാണ് മേശ ഒരുക്കുന്നത്. ഇപ്പൊ ശത്രു ഇല്ലെങ്കിൽ മേശ ഇല്ല എന്നാ. നിനക്ക് ശത്രു ഇല്ലെങ്കിൽ മേശയില്ല. മേശ വേണമെങ്കിൽ ശത്രു ഉണ്ടായിരിക്കും. അപ്പൊ ശത്രുവിനെ ശത്രുവായിട്ട് കണക്കിടാതെ ശത്രുവിനെ മോട്ടിവേറ്റർ ആയിട്ട് എന്തെങ്കിലും കണക്കിട്ടൂടാ. Oh, come on, pastor. Don't make confusion. നമ്മൾ നോക്കുന്നത് ശത്രുക്കളായിട്ടാ ആണല്ലോ. സ്വത്രം. ഇപ്പൊ ആരും മുഖം നോക്കരുത്. ഭർത്താവിന്റെ മുഖം നോക്കരുത്, ഭാര്യ മുഖം ഭർത്താവ് നോക്കരുത്. ഒടുക്കത്തെ ശത്രു ഒന്നും ചെയ്യരുത്. കുടുംബ പ്രശ്നം ഉണ്ടാക്കാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. സ്വത്രം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? Penina, every day she's poking Hannah. അവൾ കുത്തി നോവിപ്പിച്ചോണ്ടിരുന്നു. ഹന്ന അഗ്രസീവായിട്ട് പ്രാർത്ഥിക്കാൻ she is the one motivator. അവൾ പോയി നേരെ ആലയത്തിൽ പോയി പ്രാർത്ഥിച്ചു. സ്വത്രം. പുരോഹിതൻ, ഏലി പുരോഹിതൻ പറഞ്ഞു, സ്വത്രം സഹോദരി തണ്ണി അടിച്ചാണ് വന്നിരിക്കുന്നതെന്ന രീതിയില. സ്വത്രം. അമ്മേ, ആ കാലത്ത് സഹോദരിമാർ, ആ കാലത്ത് എന്താ ഭാഷ, ഈ കാലത്തും അടിക്കുന്നുണ്ടത്. സ്വത്രം. അങ്ങനെ അവൻ ചോദിച്ചതാ,
അവൾ പറഞ്ഞു, ഇല്ല, എൻ്റെ ഉള്ളം ഞാൻ ദൈവത്തിലേക്ക് അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വേദന, എൻ്റെ സങ്കടം. ആമേ. അവൾ അഗ്രസീവായിട്ട് പ്രാർത്ഥിച്ചു, നീ എന്നെ അനുഗ്രഹിക്കാതെ, എനിക്കൊരു കുഞ്ഞിനെ തരാതെ, ആ കുഞ്ഞിനെ ഞാൻ കാണാതെ, ആ കുഞ്ഞിനെ ആലയത്തിന് വിളക്ക് കത്തിക്കുന്നവനായിട്ട് ഞാൻ നിന്റെ ആലയത്തിൽ കൊണ്ടുവരാതെ ഞാൻ ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒരു അഗ്രസീവ് പ്രാർത്ഥന. Are you with me? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആ പ്രാർത്ഥന ദൈവം കേട്ടു. അവൾക്കൊരു കുഞ്ഞിനെ ദൈവം ദാനമായി കൊടുത്തു. അവന്റെ പേര് സമൂവേൽ. സമൂവേൽ വളർന്നു. അവൻ മുള കുടിക്കുന്നത് നിർത്തിയപ്പോൾ അവൻ ആലയത്തിൻ്റെ വിളക്ക് കത്തിക്കാൻ അവൾ പറഞ്ഞതുപോലെ കൊണ്ടെത്തിച്ചു. സ്വത്രം. പലർക്കും പേരൻസിന് കുഞ്ഞുങ്ങൾ എന്തായി തീരണമെന്ന് അറിയത്തില്ല. പക്ഷെ ജനിക്കുന്നതിന് മുൻപേ യു ഡിസൈഡ്, എൻ്റെ കുഞ്ഞ് ലോകപ്രകാരമല്ല, എൻ്റെ കുഞ്ഞ് ഒരു ശുശ്രൂഷകനാകണം, എൻ്റെ കുഞ്ഞ് ദൈവത്തിൻ്റെ വേലക്കാരനാകണം, വേലക്കാരിയാകണമെന്ന്. ആലയത്തിൻ്റെ വിളക്ക് കത്തിക്കുന്നവനായിരിക്കണം. She decided. അവൾ ഡിസൈഡ് ചെയ്ത കുഞ്ഞ് ജനിച്ചിട്ടല്ല, ജനിക്കുന്നതിന് മുൻപ്. ആമേ. ജനിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ കളിയും ചിരിയും എല്ലാം കണ്ടിരുന്നെങ്കിൽ ഇവൾക്കൊന്ന് മാറ്റം വരുത്താമായിരുന്നു. ഓ, ഇനിയിപ്പോൾ അതൊക്കെ എല്ലാവരും പറഞ്ഞ വാക്കൊക്കെ നിവർത്തിക്കുന്നുണ്ടോ? എത്രയോ പേര് കോൺഫറൻസിന് എന്തൊക്കെ ഓഫർ ചെയ്തു, അവരെല്ലാവരും തന്നോ? സ്വോത്രം. ചെലവിനൊക്കെ പാസ്റ്റർ ബെൻ എന്നോട് പറയുമായിരുന്നു, സ്വോത്രം, ഇവിടുത്തെ ആൾക്കാർ എത്ര നല്ല ആൾക്കാരാ, സ്വോത്രം, പറഞ്ഞ തുക അങ്ങനെ കൊണ്ടുവന്ന് ട്രഷററിനെ ഏൽപ്പിക്കാമെന്ന്. ഞങ്ങളുടെ സൈഡ് അങ്ങനൊന്നും അല്ല. സ്വോത്രം. ആമേ. നിങ്ങളുടെ സ്വോത്രം തിരിച്ചു വരാത്തപ്പോൾ എനിക്കൊരു സംശയത്തിന് ഇട വരുത്തരുതേ. പാസ്റ്റർ ബെന്ന് പറഞ്ഞതാണോ ശരി, നിങ്ങൾ സ്വോത്രം പറയാത്തപ്പം സ്വോത്രം ശ്രദ്ധിക്കുക. പറഞ്ഞ വാക്കുകൾ മാറും. പക്ഷെ അവൾ വാക്ക് മാറിയില്ല. ദൈവസന്നിധാനത്തിൽ സമർപ്പിച്ചു. അവൾ കുഞ്ഞിനെ കൊണ്ടുവന്ന് ആലയത്തിൽ വിട്ടു. നിങ്ങൾക്കറിയാമോ, അതുവരെ ദൈവവചനം ദുർലഭ്യമായിരുന്ന കാലഘട്ടം. ദൈവ ശബ്ദം നിന്നുപോയി, ദർശനങ്ങൾ ഏറെയില്ല. ഏലി പുരോഹിതരെ കണ്ണ് മങ്ങിപ്പോയി. ഹോഫ്നിയും ഫിനെഹാസും തോന്നിയവാസം ആലയത്തിൽ കാണിക്കാൻ തുടങ്ങി. പക്ഷേ ദർശനമുള്ള ഹന്നയുടെ കുഞ്ഞായി ജനിച്ച സമൂവേൽ ദൈവശബ്ദം കേട്ടു തുടങ്ങി. അവിടെ മുടങ്ങിയെന്നല്ല, അവൻ കേട്ട് തുടങ്ങിയെന്ന്. പലരും മുടക്കമാക്കുമ്പോൾ മുടങ്ങിയെന്ന് പറയുമ്പോൾ തുടക്കമിടുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 17ാമത്തെ കോൺഫറൻസിൽ നിന്റെ ജീവിതത്തിന് തുടക്കമാകട്ടെ. ആമേൻ. 3 ശുശ്രൂഷ, 3 ഓഫീസുകളെ കൈകാര്യം ചെയ്ത ഒറ്റ മനുഷ്യനേ ഉള്ളൂ. അത് സമൂവേലാ. പുരോഹിതനായി, അവൻ ന്യായാധിപതിയായി, പ്രവാചകനായി 3 ഓഫീസിനെ കൈകാര്യം ചെയ്തു സമൂവേൽ. അവിടെ കൊണ്ട് തീർന്നില്ല. ഇശായിയുടെ മകൻ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ ദൈവം ഉപയോഗിച്ച ദൈവദാസനാണ് സമൂവേൽ. ദാവീദിന്റെ സന്തതിയിലാണ് യേശു ജനിക്കുന്നത്. ഒരു മാതാവ് വില മുടക്കി അവൻ്റെ തലമുറ കൊണ്ട് അടുത്ത ജനറേഷൻ ഉളവായി. ഇന്ന് രാത്രി നീ വില മുടക്കിയ, നീ കണ്ണുനീരൊഴുക്കിയ ദൈവത്തിൻ്റെ കണക്ഷൻ ഇവിടം കൊണ്ട് നിൽക്കത്തില്ല. അത് നീ മരിച്ചാലും അടുത്ത തലമുറ 1000 തലമുറകൾ കഴിഞ്ഞാലും ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതായിരിക്കും. അതുകൊണ്ടാ പറഞ്ഞേ, we need a motivators. ശത്രുക്കളായിട്ട് നോക്കരുത്. എല്ലാം നിങ്ങളെ സുഖിപ്പിക്കുന്നവരായിരുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കത്ത് പോലും ഇല്ലായിരുന്നു. എല്ലാവരും നിങ്ങളെ ലിഫ്റ്റ് ഹിം അപ്പ്, എല്ലാവരും നിങ്ങളെ ഉയർത്തിക്കൊണ്ടിരുന്ന നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോലും തോന്നത്തില്ല. പ്രശ്നം ഉള്ളത് കൊണ്ടില്ലയോ പ്രാർത്ഥിക്കുന്നത്? പ്രതികൂലം ഉള്ളത് കൊണ്ടല്ലയോ ആലയത്തിൽ വരുന്നത്? പ്രശ്നങ്ങൾ
നിന്റെ കൈ കൊണ്ട് നിനക്ക് നിവർത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിനൊരു വിടുതൽ കിട്ടാത്തത് കൊണ്ടില്ലേ കർത്താവേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നീ ദൈവാലയത്തിൽ ഓടി വരുന്നത്? സ്തോത്രം. പ്രതികൂലങ്ങളെ അഴിച്ചുവിടുന്നത് നിന്നെ തകർക്കാനല്ല, നിന്നെ പ്രൊമോഷന് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് ശബ്ദമുയർത്തി ആമേൻ പറഞ്ഞാട്ട്. ആമേൻ. ആമേൻ. Are you getting something? Are you with me? ചിലപ്പോൾ ദൂത് പറയുമ്പോ വിശ്വസിക്കാൻ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാ. എലീശ ഏലിയാവിന് ശേഷം ഡബിൾ പോർഷൻ അനോയിന്റിംഗ് പ്രാപിച്ചവൻ, അത്ഭുതങ്ങൾ കൊണ്ട് ദൈവനാമത്തെ ഉയർത്തിയവൻ, നഷ്ടപ്പെട്ട ആ ഉരുക്കിനെ അവൻ മേളിലോട്ട് കൊണ്ടുവന്നവൻ, വെള്ളത്തിൽ മുങ്ങിപ്പോയ കോടാലിയെ അവൻ മേളിലോട്ട് കൊണ്ടുവന്നു. നാച്ചുറൽ മുങ്ങി അത് ഒരിക്കലും പൊങ്ങത്തില്ല. വേൾഡ്ലി തിങ്കിങ്, ഗ്രാവിറ്റി പവർ, സ്തോത്രം, കനമുള്ളത് താഴെ പോയ മേളിലോട്ട് പൊങ്ങത്തില്ല. അത് നാച്ചുറലാ. പക്ഷെ സൂപ്പർ നാച്ചുറൽ അതല്ല. സൂപ്പർ നാച്ചുറൽ മുങ്ങിയതിനെ പൊക്കിക്കൊണ്ടുവരുന്നതാ. ആമേൻ. ആമേൻ. ഈ എലീശ 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ അത്ഭുതം കണ്ട എലീശ, അരാമ്യ സൈന്യം ചുറ്റും നിൽക്കുമ്പോ ദാ ഏലിയാവ് ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഗേസി മരത്തോട് അടിച്ചു. അവൻ നെഞ്ചത്ത് അടിച്ചോണ്ട് പറഞ്ഞു, എൻ്റെ ജീവിതം നശിച്ചല്ലോ എന്ന്. ഇല്ലടോ, നിന്റെ കണ്ണ് തുറക്കാത്തത് കൊണ്ട്, ചിലതിൻ്റെ കണ്ണ് തുറക്കാത്തത് കൊണ്ട് ചിലർ വിടുതൽ കാണാത്തത്. സ്വത്രം. ദൈവത്തിൻ്റെ അത്ഭുതം കാണണമെങ്കിൽ നിന്റെ സീസൺ ചേഞ്ച് ആയേ പറ്റൂ. നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരണം. 7-ാം അധ്യായത്തിൽ വരുമ്പോൾ എലീശ പറയുന്നു, ക്ഷാമം കൊണ്ട് നിറഞ്ഞിരിക്കുക. 7-ാം അധ്യായത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിന് 1ഉം 2ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാം രാജാവിൻ്റെ എന്നാ പറയുന്നവനെ റൈറ്റ് ഹാൻഡ് രാജാവിൻ്റെ കൂടെ ഇരിക്കുന്നു. എലീശ ദൂത് പറയുന്നു, നാളെ ഈ സമയമാകുമ്പോ, വായിച്ചോ, നാളെ ഈ സമയമാകുമ്പോ. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ശെക്കലിന് 1 സെയ കോതമ്പും കോതമ്പ് മാവും ശെക്കലിന് 2 സെയ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുന്നു. എല്ലാരും ഉൾക്കൊള്ളണമെന്നില്ല. പ്രവാചകൻ ദൂത് പറഞ്ഞു. അടുത്ത മറുപടി, രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാ പോലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ ഇത് നടക്കത്തില്ല. എന്ന് സീസൺ ചേഞ്ച് ആകുന്നു. നിന്റെ അവസ്ഥ മാറുന്നു, നിന്റെ ശുശ്രൂഷ മാറുന്നു. ബ്രദർ, ഇന്നിരിക്കുന്ന 10 പേരല്ല നിന്റെ വിഷയം. നീ ആ 10 പേരെ വെച്ചോണ്ട് തന്നെ ആയിരങ്ങൾക്ക് വേണ്ടി സ്വത്രം പറയണം. ഇന്ന് ആയിരങ്ങൾ ഞങ്ങളുടെ ചർച്ചിൽ ആരാധിക്കാൻ വരുന്നു. തുടക്കത്തിൽ ആയിരങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് പാടാൻ ഒരാളില്ല, ഡ്രംസ് പ്ലേ ചെയ്യാൻ ഒരാളില്ല, കീബോർഡ് പ്ലേ ചെയ്യാൻ ആളില്ല. പാട്ടും പാടണം, സങ്കീർത്തനവും വായിക്കണം, മെസ്സേജും പറയണം, അനൗൺസ്മെന്റും പറയണം. 1 മാൻ ഷോ ആയിരുന്നു. സ്വത്രം. പക്ഷെ വിശ്വാസത്തിന് കുറവില്ല. ഇവരെല്ലാരും പോകുമ്പോ ആ എംപ്റ്റി ഹാളിൽ നടന്ന് പറയും,
ഇവിടെ ഇരിക്കുന്ന ക്യാൻസർ രോഗി സൗഖ്യമായതിനായി സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന കുരുടൻ സൗഖ്യമായതിനായി സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ആത്മാക്കളെ വിടുവിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഈ ഹാൾ നിറഞ്ഞ് കവിഞ്ഞതിനായി സ്തോത്രം. വരാണ്ടയിലേക്ക് പോയി അവിടെ തിരുവത്താഴം കൊടുക്കാൻ തുടങ്ങി. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പം എടുത്തു, വാഴ്ത്തി നുറുക്കി. ആരുണ്ട്? ആരുമില്ല. പക്ഷെ എന്റെ വിശ്വാസ കണ്ണുകൊണ്ട് കണ്ടു. ഹല്ലേലൂയ, അവിടെ എല്ലാ ആൾക്കാരിരിക്കുന്ന കണ്ടു. ഇവൻ വിശ്വസിച്ചില്ല. എലീശ പറഞ്ഞു, വായിച്ചോ, നാളെ അതിന് അവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, പക്ഷേ എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. പക്ഷെ നീ അത് അനുഭവിക്കത്തില്ല. ചിലർ കാണാൻ വിധിക്കപ്പെട്ടവരാ. ആമേ. പക്ഷെ ചിലർ കാണുന്നത് മാത്രമല്ല, ചിലർ അതിന് കൈവശമാക്കും, ചിലർ അനുഭവിക്കും. ഇന്ന് രാത്രി ആ കൂട്ടത്തിൽ നീ ആണെങ്കിൽ ഒരു സ്വത്രം പറഞ്ഞാട്ടെ, ഒരു സ്വത്രം പറഞ്ഞാട്ടെ. The season is changing. ഇതിന്റെ അകത്ത് എന്തോ ചില പേപ്പറുകൾ മൂവ് ആകാൻ അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, പേപ്പറുകൾ ദൈവം മൂവ് ചെയ്യുന്നു. സീസൺ മാറാൻ പോകുന്നു. അടുത്ത വാർത്തകൾ കേൾക്കാൻ പോകുന്നത് അപ്ലൈ ചെയ്ത് ദൈവാത്മാവ് എന്നോട് പറയുന്നു, യുവർ വെയിറ്റിംഗ് പീരീഡ് ഈസ് ഓവർ. നോ മോർ ഡിലേ. നോ മോർ ഡിലേ. Enough is enough. ഈ പർവ്വതം ചുറ്റിക്കറങ്ങിയത് മതി. ദൈവം നിന്നെ നോർത്തിലേക്ക്, എന്നെ ദൈവാത്മാവ് വചന വെളിപ്പാടിലേക്ക് കൊണ്ടുപോകുന്നു. നോർത്തിലേക്ക് ചില ഷിഫ്റ്റുകൾ നടക്കാൻ പോകുന്നു. എനിക്കറിയത്തില്ല ഇത് ഏത് സ്ഥലം, ഏത് കമന്ററി, ഇത് ഏത് മിഡ് നോർത്തിലേക്ക് ചില മൂവുകൾ നടക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, നോർത്ത് സൈഡിലേക്ക് ചില കാറ്റ് ദൈവം അടിക്കാൻ പോകുന്നു. ചേഞ്ചസ് വരാൻ പോകുന്നു. പ്രാപിച്ചോ? ഇന്ന് രാത്രി കർത്താവേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ വിളിച്ചു പറഞ്ഞു. പരിശുദ്ധാത്മാ ദൈവമേ, അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു. ഈ ജനം അത് വിശ്വസിച്ചു. ഇനി അടുത്ത പടി പരിശുദ്ധാത്മാ ദൈവത്തിന്റെ പ്രവർത്തനമാണ്. അത് ഇവർ അന്യരെ കണ്ണുകൊണ്ടല്ല, ഇവരെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കാണത്തക്കവണ്ണം അത്ഭുതം ചെയ്യുമപ്പ. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ സീസൺ ചേഞ്ച് ആയി എന്ന്? സീസൺ ചേഞ്ച് ആയി. ഇതിന്റെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകും. നിങ്ങളുടെ അവസ്ഥകൾ ചേഞ്ച് ആകും. May God richly bless you. See you tomorrow morning again. Thank you.